നമ്മുടെ റബ്ബ് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ഒരു വിവരം അറിയിച്ചു തന്നിരിക്കുന്നു. നമ്മളോട് ഈ വാർത്ത പറഞ്ഞു തരാൻ അള്ളാഹുവിന്റെ റസൂലിനോട് വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിച്ചിരിക്കുന്നു. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഉനി, എന്നോട് പ്രാർത്ഥിക്കൂ, എന്നോട് ചോദിക്കൂ, അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. നിങ്ങൾ എന്നോട് ചോദിച്ചോ നിന്റെ മാറാത്ത കടത്തെ കുറിച്ച്, നീ എന്നോട് പറഞ്ഞോ സന്താനങ്ങളില്ലാത്ത നിന്റെ ഏകാന്തതയെ കുറിച്ച്, നീ എന്നോട് പറഞ്ഞോ മാറാത്ത നിന്റെ രോഗത്തെ കുറിച്ച്, നീ എന്നോട് പറഞ്ഞോ കൂട്ടിയിണക്കാൻ പറ്റാത്ത നിന്റെ കുടുംബത്തിലെ പിണക്കങ്ങളെ കുറിച്ച്, നീ എന്നോട് പറഞ്ഞോ നിന്റെ മക്കൾ അനുഭവിക്കുന്ന മറികടക്കാനാവാത്ത പ്രതിസന്ധികളെ കുറിച്ച് നീ എന്നോട് പറയൂ. ഉദ്ഉനി, എന്നോട് ചോദിക്കൂ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം തരാം. സുഹൃത്തുക്കളെ, വാഹനമെടുത്ത് യാത്ര ചെയ്യേണ്ടതില്ല. പാതിരാവിൽ നിന്റെ വീട്ടിലുണർന്ന്, അന്ത്യയാമങ്ങളിൽ നിന്റെ വീട്ടിലുണർന്ന്, ആ അന്ത്യയാമ സമയത്ത് നിന്റെ വീട്ടിലുണർന്ന്, രാത്രിയിൽ നീ വിത്റും തഹജ്ജുദും നമസ്കരിച്ച് നീ കൈ ഉയർത്തുമ്പോൾ ഒന്നാം ആകാശത്ത് വന്ന് അല്ലാഹ് പറയുന്നു, ഉദ്ഉനി, എന്നോട് ചോദിക്കൂ, എന്നോട് ചോദിക്കൂ. ആരാണ് മൻ സഅലനി, എന്നോട് ആരെങ്കിലും ചോദിക്കാനുണ്ടോ അവന് ഞാൻ ഉത്തരം നൽകും എന്ന് അള്ളാഹു പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ആത്മാർത്ഥമായി അള്ളാഹുവോട് നാം ചോദിച്ചിട്ടുണ്ടോ ഉത്തരം കിട്ടുന്ന യാതൊരു സംശയവും വേണ്ട. സുഹൃത്തുക്കളെ, സൂറത്ത് മറിയം തുടങ്ങണതന്നെ എങ്ങനെ, ഇതൊക്കെ ഖുർആനിലുണ്ട്, എല്ലാവരും ഖുർആനിലുണ്ട്. ഖുർആൻ നമുക്ക് ഒന്നല്ലേ സുഹൃത്തുക്കളെ. ഏറ്റവും മിനിമം ഇന്ന് ഈ എൻ്റെ ശബ്ദം കേൾക്കൊണ്ട് പറയുകയാണെങ്കിൽ ഒരു പരിഭാഷ വാങ്ങി, പരിഭാഷ വാങ്ങണ്ട, ഖുർആന്റെ മലയാള പരിഭാഷ ഈ മൊബൈലിൽ കിട്ടും, നെറ്റിൽ കിട്ടും, ഇന്റർനെറ്റിൽ കിട്ടും. ഖുർആൻ അതൊന്ന് വാങ്ങി വായിച്ചു നോക്ക്. നമുക്കറിയും, നമുക്ക് പടച്ചോ മതീന്ന് മനസ്സിലാവും. ഇന്ന് സമാധാനത്തോടെ ഇന്ന് രാത്രി കടന്നുറങ്ങും. വീട്ടാനാകാത്ത കടമുള്ളവനും സന്താന സൗഭാഗ്യമില്ലാത്തവനും മക്കളുടെ പ്രതിസന്ധി കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവരും ഇന്നു രാത്രി ഉറങ്ങും. എന്താ, എല്ലാം പറഞ്ഞ പരിഹരിക്കാൻ എനിക്കൊരു പടച്ചോനുണ്ട്. അള്ളാഹുവിന്റെ അടിമക്ക് അല്ല പോരെ എന്ന് ചോദിക്കുമ്പോൾ ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ, ഞങ്ങൾക്ക് അല്ല മതി, എല്ലാം ഭരമേൽപ്പിക്കാൻ, ഏറ്റവും നല്ല ഭരമേൽപ്പിക്കാൻ പറ്റിയവെന്നാണ്.